ഡൽഹി BJP ആസ്ഥാനം നരേന്ദ്രമോദി അവിടെ ബംഗാൾ കീഴടക്കി അല്ലേ? അസം സ്വന്തമായി ബംഗാളും അസും. ഓക്കെ, ഇപ്പോൾ നരേന്ദ്രമോദി BJP ആസ്ഥാനത്ത് എത്തുകയാണ്. അസമിൽ ഭരണ തുടർച്ച അല്ലേ? പുതുച്ചേരിയിലും പുതുച്ചേരിയും ബംഗാളും പുതുച്ചേരി ചെറിയ സംസ്ഥാനമാണ്, വലിയ കഥയില്ല. അസം ചെറിയ സംസ്ഥാനമാണ്. ബംഗാൾ അങ്ങനല്ല. ബംഗാൾ അവരുടെ BJPയുടെ ദീർഘകാല പ്രൊജക്ടിനൊടുവിൽ അവിടെ ജയിച്ചു കയറുന്നതെന്ന് പറഞ്ഞാൽ BJPക്ക് ഇന്ന് ആഘോഷിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വലിയ വിജയങ്ങൾക്കും ശേഷം BJPയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ദീദി. അവിടെ വർഗീയ സ്വഭാവമുള്ള പ്രചാരണം ഉണ്ടായിരുന്ന ആക്ഷേപം ഉയർന്നതാണ്. ആക്ഷേപമല്ല, അത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. ദീദി ഉയർത്തിയിരുന്നു. അതേപോലെ തന്നെ EVM മെഷീനുകളിലെ സ്വകാര്യത സംബന്ധിച്ചുള്ള SIR-ന്റെ പേരിലുള്ള വിവാദം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒടുവിൽ പശ്ചിമ ബംഗാളിൽ BJP വലിയ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ BJP പ്രവർത്തകരെ അനുമോദിക്കാനും അവരോട് സംസാരിക്കാനുമായി BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ വിജയാഹ്ലാദ പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ പതാക ഉയർത്തിക്കൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നു. പ്രധാനമന്ത്രിയെ പ്രത്യഭിവാദ്യം ചെയ്യുകയാണ് പ്രവർത്തകർ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അവരെ അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം ഒരുപക്ഷെ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ബംഗാളിൽ BJPയുടെ ലോങ് പ്രോജക്ട്, ബംഗാളിൽ BJPയുടെ ദീർഘകാല പദ്ധതിയായിരുന്നു ബംഗാൾ പിടിക്കുക. അത് പലയാവർത്തി പരാജയപ്പെട്ടു. 3 സീറ്റിൽ നിന്നും 77 സീറ്റിലേക്ക് ഉയർന്നു BJP. 77 സീറ്റിൽ നിന്ന് ഇപ്പോൾ അവിടെ ബംഗാളിന്റെ അധികാരം, വങ്കനാടിന്റെ അധികാരവാഴ്ചയിലേക്ക് അവിടെ എത്തുന്നു. മാമട്ടി മാനുഷ് എന്നുള്ളതായിരുന്നു മമതയുടെ മുദ്രാവാക്യം. അവിടെ കാളി മാ ആയിരുന്നു എക്കാലത്തെയും അവിടെ പ്രതിഷ്ഠയെങ്കിൽ രാമനവമി ആഘോഷിക്കുന്നു, രാമൻ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ പല പല തന്ത്രങ്ങൾ അവിടെ ഉണ്ടാവുകയും. ഓക്കെ, എനിക്ക് തോന്നുന്നത് നമുക്ക് പ്രധാനമന്ത്രി അവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ നമുക്ക് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.